അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു തിൻ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 5 cm and thin concave lens of focal length 4 cm combined together without any gap, and this combination has magnification M1. When an object is placed 10 cm before the convex lens, yes, ആ സമയത്തുള്ള മാഗ്നിഫിക്കേഷൻ ആണ് M1 പറഞ്ഞത്. Keeping the positions of convex lens and object undisturbed, and a gap of 1 cm is introduced between the lenses by moving the concave lens away, which lead to a change in magnification of total lens system to M2. The value of M1 by M2 is. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. യെസ്, കോണ്ടാക്റ്റിൽ വെച്ചാൽ ഏതാ കേസ്? എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ. സെപ്പറേറ്റ് വെച്ചാൽ, ഡിസ്റ്റൻസ് വെച്ചാൽ, രണ്ട് ലെൻസുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോഴും മാഗ്നിഫിക്കേഷൻ കിട്ടണം. ഏതാ കേസ് സിറ്റുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ കോൺടാക്റ്റിൽ വെച്ചാൽ തിൻ ലെൻസാന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ കോൺടാക്റ്റിൽ വെച്ചാൽ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്ന് പറയാം. ആ കോമ്പിനേഷൻ സിംഗിൾ ലെൻസ് പോലെ ബിഹേവ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ സിംഗിൾ ലെൻസ് കമ്പൈൻ സിസ്റ്റമാണ് ഞാനിപ്പോൾ പറയുന്നത്. കമ്പൈൻ സിസ്റ്റത്തിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് 1/f എഫക്റ്റീവ്, യെസ്, അല്ലെങ്കിൽ ഞാൻ എഫക്റ്റീവ് പവർ വരട്ടെ. പി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എന്ത് വരും? P1 + P2. P1 എത്രയാ? 100/5. അത് കോൺവെക്സ് അല്ലേ? പ്ലസ് P2 ഏതാ? കോൺകേവ് ആണ്, അതുകൊണ്ട് ആദ്യം മൈനസ് സൈൻ കൊടുക്കാം. 100/4. അപ്പോൾ അത് എത്ര കിട്ടി? 100/5, ദറ്റ് ഈസ് 20, മൈനസ് ദിസ് ഇസ് 25, ദറ്റ് ഈസ് -5 ഡയോപ്റ്റർ. യെസ്, അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ത് വരും? എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ദാറ്റ് ഈസ് ഇക്വൽ ടു 100/-5, ദാറ്റ് ഈസ് ഹൗ മച്ച്? ദാറ്റ് ഈസ് 20 മൈനസ് ഇല്ലേ? -20 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? Now the combination behaves as a convex lens of concave lens of focal length 20 cm. ഇനി ലെൻസുകൾ കമ്പൈൻ ചെയ്ത് വെച്ചാൽ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ, ലെൻസ് കമ്പൈൻ ചെയ്താൽ മാത്രമല്ല, ലെൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എഫ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എഫ് / f + u വിത്ത് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് എത്രയാ? -20, വീണ്ടും -20. ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ വെച്ചു, ആ ഡിസ്റ്റൻസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് വാട്ട്? -10. അപ്പോൾ ഇത് എത്രയായി? ദിസ് ഇസ് 2/3. ശരിയല്ലേ? 20/30 വരും, അപ്പോൾ 2/3 വരും. ദാറ്റ് ഈസ് M1. ഇനി M2 നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. ആ കേസ് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആവുക. ഏതാ കേസ്? കാരണം രണ്ട് ലെൻസുകൾ സെപ്പറേറ്റ് ചെയ്താൽ വെച്ച്. അപ്പോൾ ആദ്യത്തെ ലെൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചാൽ ദിസ് കോൺവെക്സ് ലെൻസ്. അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം കഴിഞ്ഞു വെച്ചു? യെസ്, 1 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞ്? ദ ലെൻസ് ആൻഡ് ഒബ്ജക്റ്റ് അൺഡിസ്റ്റർബ്ഡ്, ഗ്യാപ്പ് ഓഫ് 1 cm ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം ഇവിടെ ഒരു കോൺകേവ് ലെൻസ് വെച്ചു. ഓക്കെ, കുഞ്ഞു കോൺകേവ് ലെൻസ് പറയാം, മതി. 1 cm ഗ്യാപ്പേ ഉള്ളൂ. യെസ്, ഈ ഡിസ്റ്റൻസ് 1 cm പറഞ്ഞു. ഈയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ദിസ് ഇസ് ദ ഒബ്ജക്റ്റ്. ഈ ദൂരം എത്രയാ പറഞ്ഞ്? 10 cm. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു? 5 cm. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? -4 cm, റൈറ്റ്? അപ്പം ഈ കേസിൽ കോൺവെക്സ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എപ്പോൾ കമ്പൈൻ ചെയ്ത് വെച്ചാൽ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ കോമ്പിനേഷനിൽ M1 × M2 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെൻസിൻ്റെ കോമ്പിനേഷൻ ഞാൻ M1' എടുത്താൽ കോൺവെക്സ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഡ്യൂ ടു കോൺവെക്സ് ലെൻസ് ഏതാ കേസ് വരിക? യെസ്, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് 5, ഒബ്ജക്റ്റ് വെച്ചത് 10 cm. അപ്പോൾ 2f വെച്ചാൽ അപ്പുറത്ത് 2f ഇൻവെർട്ടഡ് ഇമേജ്, സെയിം സൈസ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ -1. യെസ്, അപ്പോൾ ആ 2f അതിൻ്റെ ഇമേജ് ഇവിടെ എങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം അത് എത്രയാ? 10 cm. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതാണ്. കോൺകേവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 10 നിന്ന് കുറച്ചാൽ 9 + 9 cm. അപ്പോൾ കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ M2'. അത് നമ്മൾ f/f + u ചെയ്താൽ f എത്രയാ? -4 -4 + 9, ദാറ്റ് ഈസ് ഹൗ മച്ച്? -4/5. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ത് വരും? കോമ്പിനേഷൻ്റെ മാഗ്നിഫിക്കേഷൻ ദാറ്റ് ഈസ് M1' × M2'. അതല്ലേ M2 എന്ന് പറയുന്നത്? രണ്ടാമത്തെ കേസിൽ കോമ്പിനേഷൻ മാഗ്നിഫിക്കേഷൻ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം, റൈറ്റ്? ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് -1 × -4/5, ദാറ്റ് ഈസ് ഹൗ മച്ച്? 4/5.
അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ ഇവിടെ M1/M2 അല്ലേ വെച്ച്, യെസ് M1/M2 എന്ത് വരണം, M1 2/3, M2 4/5, അപ്പം എന്ത് വരണം 10/12 അല്ലെങ്കിൽ 5/6 വരണം. അങ്ങനെ ആൻസർ ഇല്ലാത്തില്ല. യെസ്, അപ്പം അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ആണ്. യെസ്, ദാറ്റ് ക്വസ്റ്റ്യൻ ഇത് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ കീ അവർ എടുത്തിട്ടില്ല. അപ്പോൾ അഡീഷണൽ മാർക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ഫൈൻ, ഇങ്ങനെയാണ് ആ സാധനം ചെയ്യേണ്ടത്. ഫൈൻ, അപ്പം അടുത്തതിലേക്ക് പോകണു.